ഇത് നമുക്കൊരു കോളർ ഉണ്ട്. ഒരു പ്രേക്ഷകൻ കൂടി വരുന്നു നമ്മുടെ സ്ക്രീനിലോട്ട്. പെരുമ്പാവൂരിൽ നിന്നാണ് രാമചന്ദ്രൻ ചേട്ടനാണ്. നമസ്കാരം. നമസ്കാരം രാമചന്ദ്രൻ ചേട്ടാ. എന്തുണ്ട്, മഴയാണല്ലോ മൊത്തത്തിലല്ലേ അവിടെ? എങ്ങനെയാണ്? ഞാൻ പെരുമ്പാവൂരാണ് എന്റെ വീട്. ഞാൻ കായംകുളം ഹോളി മേരി സെൻട്രൽ സ്കൂളിലാണ് ജോലി ചെയ്യുന്ന, അവിടുത്തെ കോർഡിനേറ്റർ ആണ് ഞാൻ. പെരുമ്പാവൂരാണ് വീട്. അത് ശരി. ഇപ്പൊ എവിടെയുള്ളത്? പെരുമ്പാവൂരിലാണോ? അല്ല, പെരുമ്പാവൂര്. കാരണം ഇന്ന് ആലപ്പുഴ ജില്ലയ്ക്ക് അവധിയായിരുന്നല്ലോ, അതുകൊണ്ട് ഇന്ന് പെരുമ്പാവൂരാ. ഓക്കെ ഓക്കെ. അപ്പോ ആഴ്ചയിലൊക്കെയാണോ വീട്ടിലോട്ട് വരുന്നത്? അതെ, ആഴ്ചയിൽ വരും. പിന്നെ ഇതുപോലെ കളക്ടർ അതൊക്കെ അവധി തരും. അപ്പൊ അവധി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, അതാണ് നമ്മുടെ കമന്റ് ബോക്സിലടക്കെ വരുന്നത് അല്ലെ? ഞങ്ങൾ മുതിർന്നവരും കമന്റ് ഇടാറുണ്ട്. നാളെ ഇപ്പൊ എന്തായാലും അവധി അവിടെ പ്രഖ്യാപിച്ചിട്ടല്ലോ, അപ്പൊ പോണല്ലോ. നാളെ രാവിലെ എനിക്ക് പോണം. ഇവിടെ പെരുമ്പാവൂര് നല്ല മഴയും തണുപ്പൊക്കെയാ, ഒരു മടിയൊക്കെ ഉണ്ട്. പക്ഷെ പോയല്ലേ പറ്റുള്ളൂ അല്ലേ? പോയാലേ പറ്റുള്ളൂ. ഞാനും ഫ്ലവേഴ്സുമായിട്ട് തുടങ്ങിയ കാലം തൊട്ട് ബന്ധമുണ്ട് കേട്ടോ. അതെയോ? എങ്ങനെയാണ്? ഈ ഫ്ലവേഴ്സിന്റെ ശ്രീകണ്ഠൻ നായർ ഷോയില് ഒരു 3-4 ഷോയിൽ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല 24ന്റെ എറണാകുളത്ത് തന്നെ കോൺഫറൻസിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനത്തിൽ വന്നപ്പോ അല്ലേ? അന്ന് ഈ കാര്യം പറഞ്ഞതായി ഓർക്കുന്നു. നീ ഫ്ലവേഴ്സിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? യെസ് യെസ്. അതെ അതെ, എനിക്ക് ഈ പെരുമ്പാവൂർ രാമചന്ദ്രനുള്ള പേര് തന്ന ശ്രീകണ്ഠൻ നായർ സാർ, അത് ഞാൻ പറഞ്ഞിരുന്നു ആ മീറ്റിംഗിൽ. ഞാൻ ഈ ഞങ്ങളുടെ ശ്രീകണ്ഠൻ നായർ ഷോയിൽ വന്നപ്പോഴാണ് ഈ നമുക്ക് അങ്ങനെ പെരുമ്പാവൂർ രാമേന്ദ്രൻ എന്നൊരു പേര്, അന്ന് വേറെ രാമേന്ദ്രൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാറ് പറഞ്ഞു പെരുമ്പാവൂർ രാമേന്ദ്രൻ തന്നെ എഴുതി കാണിക്കട്ടെ, അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. ഫ്ലവേഴ്സിൽ വന്നിട്ട് ഒരു പേര് കൂടെ കിട്ടി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഫ്ലവേഴ്സിൽ വന്ന പിന്നെ പല ചാനലുകളിലേക്ക് ഞാൻ എനിക്ക് ഒരു അവസരവും കിട്ടി, പല ചാനലുകളും സംസാരിക്കാനായിട്ട്. ചേട്ടാ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാന്, ഭാര്യ മാത്രം. സംസാരപ്രിയനാണ് അല്ലേ? അപ്പൊ അല്ല, ഞാനൊരു പ്രാസംഗികനാണ്. ഞാൻ ഈ പ്രസംഗ തൊഴില്, ഈ രാമായണ പ്രഭാഷണം, അങ്ങനെ പലതും, അങ്ങനെ ഒരു ഇതാണ്. മഴ എന്ന് കേൾക്കുമ്പോൾ രാമചന്ദ്രന്റെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? മഴ വരുമ്പോ മനസ്സിലേക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന നിരാശകളും ദുഃഖവും ഒക്കെ നമുക്ക് പോകുന്നത് ഈ മഴ കാണുമ്പോഴാണ്. കാരണം ഈ മഴത്തുള്ളികൾ ഇങ്ങനെ വീഴുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കുളിർമ വരികയാണ്. നമ്മൾ പുറമെ ഭയങ്കര ചൂടായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ആ ശരീരത്തിൽ ആ ചൂട് വരും, നമ്മുടെ BP ഒക്കെ കൂടും. പക്ഷെ ഈ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ മഴ ഇങ്ങനെ പുറത്ത് പെയ്യുന്ന കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങ് തണുക്കുക. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ആ മഴ പെയ്യുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലായിട്ട് ഭൂമി തണുക്കുന്ന പോലെ നമ്മുടെ ശരീരവും തണുക്കുകയാണ്. നമ്മുടെ ടെൻഷൻസ് എല്ലാം ഒഴിവാക്കുന്നതാണ് മഴ എന്നാണ് രാമചന്ദ്രൻ പറയുന്നത്. ചുമ്മാ ചോദിച്ചതാട്ടോ, പ്രാസംഗികൻ എന്ന് പറഞ്ഞതുകൊണ്ട് വെറുതെ. അങ്ങനെയാണെങ്കിൽ പോലും ചിലർക്ക് മഴ സങ്കടത്തിനും കാരണമാകാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ മഴ അനുഭവപ്പെടുന്നതാണ്. പ്രകൃതി ദുരന്തങ്ങളിലേക്ക് വരുമ്പോഴാണ് അത് ദുരന്തങ്ങളിലേക്ക് വരുമ്പോ. ഇപ്പൊ പ്രേമം പോലും ദുരന്തത്തിൽ പോകുമ്പോ ചില ഉണ്ടല്ലോ, പക്ഷെ പ്രേമം നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ. എല്ലാത്തിനും രണ്ട് വശമുണ്ട് ഒരു നാണയത്തിന്റെ പോലെ. എന്തായാലും ചേട്ടാ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനിയും 24 തുടർന്ന് കാണുക. താങ്ക് യു സോ മച്ച്. രാമചന്ദ്രനാണ് പെരുമ്പാവൂരിൽ വിളിച്ചത് അല്ലെ?